ഹലോ ഗൈസ്, ഇന്നിപ്പോൾ ഒരു അവധി ദിവസമാണ്. അപ്പോൾ പെട്ടെന്നാണ് ഔട്ടിങ്ങിന് പോകാമെന്ന് വിചാരിച്ചത്. അപ്പോൾ പ്ലാനൊന്നും ചെയ്യാത്ത കാരണം സ്പോട്ട് നോക്കിയപ്പോൾ തൃശ്ശൂരിൽ പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്നതാണ് ഇരിഞ്ഞാലക്കുടയിൽ കാക്കത്തുരുത്തിയിൽ സീഷോർ ഫാം ആൻഡ് നഴ്സറി. അപ്പോൾ അവിടേക്ക് വെച്ച് പിടിക്കാമെന്ന് കരുതി. ഇവിടെ ഭയങ്കര ശാന്തസുന്ദരമായിട്ടൊരു പ്ലേസാണ്. സിറ്റിയുടെ എല്ലാ ട്രാഫിക്കിൽ നിന്നും ഉള്ളിലോട്ട് വന്നിട്ടൊരു കാം ആൻഡ് ക്വയറ്റ് പ്ലേസ് ആണ്. ഇതൊരു ഏകദേശം 25 ഏക്കറിന് മുകളിൽ ഉണ്ടായിരിക്കും ഈ ഒരു പ്ലേസ്. ഇവിടെ ഭയങ്കര അട്രാക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ എൻട്രി ഫീയോ അതോ പാർക്കിംഗ് ഫീയോ ഒന്നും തന്നെ ഇല്ല കേട്ടോ. അപ്പോൾ കയറി ചെല്ലുന്നിടത്ത് തന്നെ നമുക്ക് പാർക്ക് കാണാം, കുട്ടികളുടെ പാർക്ക്. നമ്മുടെ പിള്ളേരൊക്കെ നന്നായി കളിച്ച് എൻജോയ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. പിന്നെ മനോഹരമായൊരു പെഡൽ ബോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ പാർക്കിൽ നിന്നിട്ട് കയറുന്ന സൈഡിലാണ് ബോട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് നമ്മൾ ഓരോ റൈഡിനുള്ള ടിക്കറ്റ് എടുത്തിട്ട് വേണം നമ്മൾ പോകാനായിട്ട്. അഫോർഡബിൾ ആയിട്ടുള്ള ചീപ്പ് റേറ്റിനുള്ള ടിക്കറ്റാണ് നമുക്ക് കിട്ടുന്നത്. ബോട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ സെൻറ്ററിൽ തന്നെയായിട്ടാണ്. പക്ഷേ അതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് ഈ കുറച്ച് ബേർഡ്സിനൊക്കെ ഒരു വെറൈറ്റി തരത്തിലുള്ള ബേർഡ്സിനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പിള്ളേരൊക്കെ അവിടെ പോയി നിന്നിട്ട് കുത്തിമാന്തി നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ബോട്ടിങ്ങിൻ്റെ സൈഡിലോട്ടാണ്. അപ്പോൾ നടുവിൽ തന്നെയായിട്ടാണ് കഫ്റ്റീരിയ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്, ക്യാൻറ്റീൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് നല്ലൊരു ഫീലിംഗ് ആണ് അവിടെ നിന്ന് ചായ കുടിക്കാനൊക്കെ ആയിട്ട്. നമുക്ക് പുറത്തേക്ക് അവിടെ ആൾക്കാരൊക്കെ കാണാം. പിന്നെ നല്ല ഫോട്ടോ സെഷനുള്ള സ്പോട്ടും കൂടിയായിട്ടാണ് കേട്ടോ. പിന്നെ ഉച്ചയ്ക്കാണ് ഏറ്റവും നല്ല കംഫർട്ടായിട്ടുള്ള ടൈം എന്ന് പറയുന്നത്. നമുക്ക് ആ ഒരു വൈബ് കിട്ടാനായിട്ട് ഉച്ചയ്ക്ക് ശേഷമുള്ള ടൈമാണ്. ഓവർ ബ്രിഡ്ജ് കയറി കഴിഞ്ഞാൽ തന്നെ ഒരു ചെറിയൊരു ഗുഹ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിള്ളേർക്ക് കളിക്കാനൊക്കെ ആയിട്ട്. അവിടെ സിംഹവും പുലിയൊക്കെ ഉണ്ട്. അതിൻ്റെ ബാക്കിലാണ് ക്യാൻറ്റീൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ആവശ്യം പോലെ പ്ലേസ് ആണ് കേട്ടോ ഇരിക്കാനായിട്ട്. അപ്പുറവും ഇപ്പുറവും ഒക്കെ ഇരുവശത്തായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല വൈബോട് കൂടി നമുക്ക് ചായ കുടിക്കാനൊക്കെ ആയിട്ടുള്ള പ്ലേസ് ആണ്. അപ്പോൾ ഞങ്ങളൊരു 2 ഐസ്ക്രീമും ചായയൊക്കെ മേടിച്ച് കഴിച്ചത് പതുക്കെ ഫാമിൻ്റെ സൈഡിലോട്ട് വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ മീനൊക്കെ കണ്ടപ്പോൾ പിള്ളേർ അവിടെ നിന്നിട്ട് ഇതാ നോക്കി മെല്ലെ തന്നെ ഫാമിൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ അവിടെ മൈക്രോ മിനിയേച്ചറായിട്ടുള്ള പശുക്കുട്ടികളുണ്ടായിരുന്നു. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് തന്നെ കുതിര, ഒട്ടകം, കുതിരവണ്ടി എന്നിവയൊക്കെ കാണാനായിട്ട് പറ്റും. ഞങ്ങളപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് നേരം ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് അതിന് ശേഷം ഓവർ ബ്രിഡ്ജ് കയറിയിട്ട് വീണ്ടും നമ്മൾ കാർ റൈഡിങ്ങിനും അതുപോലെ തന്നെ ജൈൻ ബുള്ള് പിന്നെ മറ്റ് ചെയിൻ വീല് ഇതിനുള്ള റൈഡ്സ് ഒക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അങ്ങോട്ടേക്ക് പോയി. ചീപ്പ് റേറ്റാണ് ഇവിടെ കുട്ടികൾക്ക് കളിക്കാനൊക്കെ ആയിട്ട്. നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ കുട്ടികളുടെ റേസിങ്ങിൻ്റെ സ്ഥലത്തായിട്ട്. ഫാമിലിയൊക്കെ ആയിട്ട് അടിച്ചു പൊളിക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലേസാണ് ഇവിടെ. പ്രായഭേദമന്യേ എല്ലാവർക്കും വരാനായിട്ട് പറ്റും. ഈവനിങ് ടൈമാണ് ഞങ്ങൾക്ക് കുറച്ചും കൂടി അടിപൊളിയായിട്ട് തോന്നിയത് കേട്ടോ. കാരണം വെയിലൊന്നും ഉണ്ടായില്ല. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി കംഫർട്ടായിട്ടും തോന്നിയത് ഈവനിങ് ടൈമാണ്. ഫാമിലിയായിട്ട് വന്നപ്പോൾ ഞങ്ങൾ തിരിച്ചിറങ്ങാൻ നേരത്ത് നല്ല തിരക്കായിരുന്നു കേട്ടോ ഇവിടെ നമുക്ക് ട്രെയിൻ യാത്രയുണ്ട് കേട്ടോ. അപ്പോൾ അവർ ട്രെയിനിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫാം മൊത്തം അവർ ചുറ്റി കാണിക്കും. അഫോർഡബിൾ റേറ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും പോയി കാണണം കേട്ടോ.